ക്രൂശിനൊപ്പം കാൽവരിയിലേക്ക് 16-ാം ദിനം. നോമ്പ് നമുക്ക് സമ്മാനിക്കുന്നത് സുഖമുള്ള ഒരു നോവാണ്. മനസ്സിൻ്റെ ജാലകത്തെ ത്യാഗപ്രവൃത്തിയിലേക്കും ഉപവാസത്തിലേക്കും പ്രാർത്ഥനയിലേക്കും വീണ്ടും തുറക്കപ്പെടുകയാണ്. ആത്മീയതയ്ക്ക് തീപിടിക്കുന്ന കാലം നോമ്പുകാലം. നോമ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം വസന്തം എന്നാണ്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടുപോയ ദൈവകൃപയുടെ വസന്തത്തെ, ദൈവസാന്നിധ്യത്തിൻ്റെ വസന്തത്തെ മടക്കി കൊണ്ടുവരുവാനുള്ള നല്ല ദിനങ്ങളാണ് നോമ്പിൻ്റെ ദിനങ്ങൾ. നോമ്പുകാലം വിളക്ക് കൊളുത്തുവാനുള്ള ഒരു കാലം കൂടിയാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ദൈവ അരൂപിയുടെ ആ പ്രകാശത്തെ മടക്കിക്കൊണ്ടുവരുവാനുള്ള കാലം. വസ്ത്രമല്ല, ഹൃദയമാണ് കീറേണ്ടത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിൻ്റെ വ്യഗ്രതകൾക്കിടയിൽ, ജീവിതത്തിൻ്റെ തിരക്ക് പിടിച്ച യാത്രകൾക്കിടയിൽ ദൈവികമായ ഒരു തെളിമയെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ ആ വെളിച്ചത്തെ വീണ്ടും പ്രകാശിപ്പിക്കുവാൻ, വീണ്ടും ഒന്നുകൂടി മറ്റുള്ളവർക്ക് ജീവിതത്തിലേക്ക് പ്രകാശിപ്പിക്കുന്ന രീതിയിൽ അതിനെ തെളിയിക്കുവാനുള്ള അവസരമാണ് നോമ്പുകാലം. വചനം പറയുന്നു, വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, മറിച്ച് അത് ചുറ്റുമുള്ളവർക്ക് പ്രകാശം നൽകുവാനായി പീഠത്തിന്മേലത്രേ വയ്ക്കുന്നത്. അത് മലയുടെ മുകളിൽ പ്രകാശിക്കണം. സ്നേഹമുള്ളവരെ, നമ്മുടെ ഉള്ളിലുള്ള നന്മയുടെ വെളിച്ചം, ആത്മീയതയുടെ വെളിച്ചം മറ്റുള്ളവർക്ക് പ്രകാശമായി മാറട്ടെ. അതിന് നാം കത്തുന്ന വിളക്കുകളായി മാറണം. നമ്മുടെ കുടുംബങ്ങളിൽ വിളക്കുകളായി, ഇടവകയിലെ വിളക്കായി, സമൂഹത്തിലെ വിളക്കായി, അങ്ങനെ സഭയുടെ മുഴുവൻ വിളക്കായി നാം ഓരോരുത്തരും മാറട്ടെ. വെളിച്ചം ഉള്ളിടത്തോളം എന്നല്ല, വെളിച്ചമായിക്കൊണ്ട് മറ്റുള്ളവരിലേക്ക് നടന്നിറങ്ങുവാനുള്ള കാലം നോമ്പുകാലം. നാം പോകുന്നിടത്തൊക്കെ വെളിച്ചമാകാനുള്ള, പ്രകാശമാകാനുള്ള ദൈവം